നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടബിൾ സെറ്റ്. എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സെറ്റിനെ കൗണ്ടബിൾ സെറ്റ് എന്ന് പറയണമെങ്കിൽ ആ സെറ്റ് ഒന്നില്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് സെറ്റോ അല്ലെങ്കിൽ ഒരു ഡെനൂമറബിൾ ഓർ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റോ ആയിരിക്കണം. ഡെനൂമറബിൾ ഓർ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ എന്നിൽ നിന്നും എസ്സിലേക്ക്, അതായത് ആ സെറ്റിലേക്ക്, എന്നിൽ നിന്നും ആ സെറ്റിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഡെനൂമറബിൾ സെറ്റ് എന്ന് പറയും. ഇനി കൗണ്ടബിൾ സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ സെറ്റിനെ അൺകൗണ്ടബിൾ സെറ്റ് എന്നാണ് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൻ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് ഡെനൂമറബിളാണ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഡെനൂമറബിളാണ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഡെനൂമറബിളാണ്. നെക്സ്റ്റ് ഒരു തിയറാണ് സെറ്റ് എൻ ക്രോസ് എൻ ഇസ് ഡെനൂമറബിൾ. എൻ ക്രോസ് എന്നിൻ്റെ സെറ്റ് ഡെനൂമറബിളാണ്. അതായത് സെറ്റ് 1 1 1 2 എക്സെട്ര 2 1 2 2 എക്സെട്ര 3 1 3 2 എക്സെട്ര എക്സെട്ര. ഈ ഒരു സെറ്റ് ഡെനൂമറബിളാണ്. നെക്സ്റ്റ് തിയറം, ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ ദെൻ എ ഈസ് കൗണ്ടബിൾ. എ എന്നിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ എ കൗണ്ടബിൾ ആണ്. ഇതിന് പ്രൂഫ് നമ്മുടെ സിലബസിലില്ല. ഇനി അടുത്ത് നോക്കാം. സപ്പോസ് ദാറ്റ് എസ് ആൻഡ് ടി ആർ സെറ്റ്സ് ആൻഡ് ദാറ്റ് ടി സബ്സെറ്റ് ഓഫ് എസ്. എസ്സും ടിയും രണ്ട് സെറ്റും ടി എസിൻ്റെ സബ്സെറ്റും ആണെങ്കിൽ എസ് ഈസ് കൗണ്ടബിൾ സെറ്റ് ദെൻ ടി ഈസ് എ കൗണ്ടബിൾ സെറ്റ്. എസ്സും ടിയും രണ്ട് സെറ്റും ടി എസിൻ്റെ സബ്സെറ്റും ആണെങ്കിൽ എസ് കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ടി കൗണ്ടബിൾ ആയിരിക്കും. ആൻഡ് ടി അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റ് ആയിട്ടുള്ള എസ് അൺകൗണ്ടബിൾ ആയിരിക്കും. ഇതുപോലെ ഒരു തിയറി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ടി സബ്സെറ്റ് ഓഫ് എസ് ആകുമ്പോൾ എസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടി ഫൈനൈറ്റ് ആയിരിക്കും, ടി ഇൻഫൈനൈറ്റ് ആകുമ്പോൾ എസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. സോ അത് നമുക്ക് പാർട്ട് എ പ്രൂവ് ചെയ്യാം. നമുക്കറിയുന്ന കാര്യം എന്തൊക്കെയാണ്? ടി സബ്സെറ്റ് ഓഫ് എസ്. ടി സബ്സെറ്റ് ഓഫ് എസ് ആണെന്നറിയാം. ആൻഡ് ഇഫ് എസ് ഈസ് എ കൗണ്ടബിൾ സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗിവൻ എസ് ഈസ് കൗണ്ടബിൾ. കൗണ്ടബിൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൈറ്റ് ഓർ ഡെനൂമറബിൾ സെറ്റിനാണ് കൗണ്ടബിൾ സെറ്റ് എന്ന് പറയാം. സോ ഇഫ് സപ്പോസ് എസ് ഈസ് ഫൈനൈറ്റ്, സപ്പോസ് എസ് ഈസ് ഫൈനൈറ്റ്, എസ് ഫൈനൈറ്റ് ആണെങ്കിൽ എന്താണ്? ടി ഫൈനൈറ്റ് അല്ലേ? കാരണം ടി സബ്സെറ്റ് ഓഫ് എസ് നമ്മൾ പ്രീവിയസ് തിയറത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഞാനിവിടെ പറഞ്ഞു. സോ എസ് ഫൈനൈറ്റ് ആണെങ്കിൽ ടി ഈസ് ഫൈനൈറ്റ്, ടി ഫൈനൈറ്റ് ആണെങ്കിൽ ടി ഈസ് കൗണ്ടബിൾ. ഇനി എസ് ഡെനൂമറബിൾ ആണെന്ന് വിചാരിക്കാം. സപ്പോസ് എസ് ഈസ് ഡെനൂമറബിൾ. എസ് ഡെനൂമറബിൾ ആണെങ്കിൽ എസ്സിൽ നിന്നും എന്നിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് എ ബൈജക്റ്റീവ് മാപ്പ് സച്ച് ദാറ്റ് സൈ ഫ്രം എസ് ടു എൻ. ഇതെന്ന് വെച്ചാൽ എന്താ? സൈ ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് എൻ. കാരണം ഇതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എഫ് ഫ്രം എ ടു ബി, എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആയിരിക്കും. സോ ഇവിടെ സൈ ഓഫ് എസ് ഇസ് എ സബ്സെറ്റ് ഓഫ് എൻ എന്ന് കിട്ടി. സൈ ഓഫ് എസ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? തിയറത്തിൽ പറയുന്നുണ്ട് എ സബ്സെറ്റ് ഓഫ് എൻ ആണെങ്കിൽ എ കൗണ്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ സൈ ഓഫ് എസ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എസ് എന്താണ്? കൗണ്ടബിൾ ആണ്. സൈ ഓഫ് എസ് ഇസ് കൗണ്ടബിൾ. ഇനി സൈൻ്റെ ഡൊമെയിനെ ടി ആയിട്ട് ടിയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. അതായത് സൈ ഫ്രം ടി ടു എൻ. സോ സൈ ഓഫ് ടി എന്ന് വരും? സബ്സെറ്റ് ഓഫ് എൻ എന്ന് വരും. ദെർഫോർ സൈ ഓഫ് ടി ഈസ് കൗണ്ടബിൾ. ദെർഫോർ ടി ഈസ് കൗണ്ടബിൾ. ഇതിൽ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ കോൺട്രാപോസിറ്റീവാണ്. നെക്സ്റ്റ് തിയറം, ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. A S is a countable set. There exists a surjection of n into S. S ഒരു കൗണ്ടബിൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നും എസ്സിലേക്ക് ഒരു സർജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ഇനി എന്നിൽ നിന്നും എസ്സിലേക്ക് സർജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എസ്സിൽ നിന്നും എന്നിലേക്ക് ഒരു ഇൻജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യും.
എസ്സിൽ നിന്നും എന്നിലേക്ക് ഇൻജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എസ് ഒരു കൗണ്ടബിൾ സെറ്റാണ്. അത് എ ടു ബി, ബി ടു സി, സി ടു എൻ. സോ നമുക്ക് ആദ്യം എ ഇംപ്ലൈസ് ബി ചെയ്യാം. നമുക്കറിയുന്നത് എന്നാൽ എസ് ഒരു കൗണ്ടബിളാണ്. എസ് ഈസ് എ കൗണ്ടബിൾ സെറ്റ്. എസ് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഒരു ഫൈനൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡെനോമറബിൾ സെറ്റാണ്. എസ് ഫൈനൈറ്റ് ഓർ ഡെനോമറബിൾ. ഇഫ് എസ് ഫൈനൈറ്റ്, എസ് ഫൈനൈറ്റ് ആണെങ്കിൽ എൻ എന്നിൽ നിന്നും എസ്സിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ഇതെങ്ങനെ വന്നുവെച്ചാൽ, എസ് ഫൈനൈറ്റ് സെറ്റാണ് നമുക്കറിയാം. ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരു യുണീക്ക് നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു തിയറാണത്. സോ എസ്സിൽ എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എൻ എന്നിൽ നിന്നും എസ്സിലേക്ക് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഡെഫിനിഷനാണ്. നൗ ഡിഫൈൻ എച്ച് ഫ്രം എൻ ടു എസ് by h of k equal to h of k for k equal to 1, 2, etc. n, h of n for k greater than n. അതായത് എന്നിൽ നിന്നും എസ്സിലേക്കാണല്ലോ നമ്മുടെ മാപ്പ്. അതായത് 1, 2, 3 എക്സെട്ര. അപ്പോൾ കെ 1 ആകുന്ന സമയത്ത് എച്ച് ഓഫ് 1 ഇങ്ങനെ മാപ്പ് ചെയ്യും. ഇനി കെ 2 ആകുമ്പോഴോ എച്ച് ഓഫ് 2 എക്സെട്ര എൻ വരെ എച്ച് ഓഫ് എൻ ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കെ ഗ്രേറ്റർ ദാൻ എൻ ആകുമ്പോൾ എച്ച് ഓഫ് എൻ ആണ്. അതായത് n+1 ആണെങ്കിലും n+2 ആണെങ്കിലും ഒക്കെ എച്ച് ഓഫ് എൻ ആയിരിക്കും. സോ നമുക്ക് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എസ് എന്നെടുക്കാം. ദെർഫോർ എച്ച് ഈസ് ഓൺ ടു, അതായത് എന്നിൽ നിന്നും എസ്സിലേക്കൊരു സർജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എസ് ഫൈനൈറ്റ് ആകുമ്പോൾ സർജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി എസ് ഡെന്യൂമറബിൾ ആകുമ്പോൾ, ഇഫ് എസ് ഈസ് ഡെന്യൂമറബിൾ ദെൻ എച്ച് ഫ്രം എൻ ടു എസ് ഒരു ബൈജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എൻ ടു എസ് ഒരു സർജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് എ സർജക്റ്റീവ് മാപ്പ് എൻ ടു എസ്. ഇനി നമുക്ക് ബി ഇംപ്ലൈസ് സി കാണിക്കണം. അതായത് എന്നിൽ നിന്നും എസ്സിലേക്ക് ഒരു സർജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്സിൽ നിന്നും എന്നിലേക്ക് ഒരു ഇൻജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ബി ഇംപ്ലൈസ് സി. അതായത് എൻ ടു എസ് ഒരു സർജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ടു എൻ ഒരു ഇൻജക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അസ്യൂം എച്ച് ഫ്രം എൻ ടു എസ് ഈസ് സർജക്റ്റീവ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ഫ്രം എസ് ടു എൻ ഈസ് ഇൻജക്റ്റീവ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ജി ഫ്രം എസ് ടു എന്നിനെ ജി ഓഫ് എസ് ഈക്വൽ ടു മിനിമം ഓഫ് സെറ്റ് എൻ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എസ് എന്ന് ഫോർ ഓൾ എസ് എലമെൻറ്റ് ഓഫ് എസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാം. സോ നമുക്ക് ജി എന്താണ് 1, 1 ആണെന്ന് കാണിക്കണം. അപ്പം ഞാൻ എസ്സിൽ 2 എലമെൻ്റ് എടുക്കുകയാണ്, എസ്സും ടിയും. ലെറ്റ് എസ് കോമ ടി എലമെൻറ്റ് ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് ടി. ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എൻ, സെറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എസ്. സോ ജി ഓഫ് ടി എന്ന് പറഞ്ഞാലോ വിച്ച് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് സെറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു ടി. അപ്പോൾ ഇതിൽ നമുക്കൊരു നാച്ചുറൽ നമ്പർ എച്ച് ഓഫ് എൻ ഈക്വൽ ടു എസ് എന്ന് എടുക്കുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും, മിനിമം ആയിട്ട് വരുന്നൊരു നാച്ചുറൽ നമ്പർ. ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് അതേപോലെ എച്ച് ഓഫ് എൻ ഈക്വൽ ടു ടി എന്ന് എടുക്കുമ്പോൾ ഒരു മിനിമം ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പർ കിട്ടും. രണ്ടും ഈക്വലാണ്. അതിനെ ഞാൻ എം എന്ന് വിളിച്ചു. സോ നമുക്ക് എന്തെഴുതാം? എച്ച് ഓഫ് എം ഈക്വൽ ടു എസ് എന്ന് എഴുതാം ആൻഡ് എച്ച് ഓഫ് എം ഈക്വൽ ടു ടി എന്ന് എഴുതാം. കാരണം എച്ച് ഓഫ് എൻ ഈക്വൽ ടു എസ് എന്ന് വരുമ്പോൾ ഒരു മിനിമം ആയിട്ട് കിട്ടുന്ന വാല്യൂ, ഒരു നാച്ചുറൽ നമ്പർ, അതാണ് എം. സോ എച്ച് ഓഫ് എം ഈക്വൽ ടു എസ് എന്നും എച്ച് ഓഫ് എം ഈക്വൽ ടു ടി എന്നും വിളിച്ചു. വിച്ച് ഇംപ്ലൈസ് എസ് ഈക്വൽ ടു ടി.
Therefore G is 1 1. കാരണം എന്താ, ഞാൻ മുന്നേ ജി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എസ് ഈക്വൽ ടു ടി എന്ന്, ഇവിടെ എസ് ഈക്വൽ ടു ടി എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ജി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നും കിട്ടി അല്ലേ. ജി ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇംപ്ലൈസ് എസ് ഈക്വൽ ടു ടി എന്നല്ലേ വന്നേ. അതെന്താണ്, 1 1ൻ്റെ ഡെഫിനേഷൻ അല്ലേ. ദെർഫോർ ജി ഈസ് 1 1. ദാറ്റ് ഈസ് ജി ഈസ് ഇൻജെക്റ്റീവ് മാപ്പ് ഫ്രം എസ് ടു എൻ. നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് സി ടു എ. അതായത് എസ്സിൽ നിന്നും എന്നിലേക്ക് ഒരു ഇൻജെക്റ്റീവ് മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ഒരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും. സോ അസ്യൂം ദർ എക്സിസ്റ്റ് ആൻ ഇൻജെക്റ്റീവ് മാപ്പ് ജി ഫ്രം എസ് ടു എൻ. നമുക്ക് കാണിക്കേണ്ടത് എസ് ഈസ് കൗണ്ടബിൾ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ജി ഇൻജെക്റ്റീവ് ആയതുകൊണ്ട് ജി ഓഫ് എസ് എന്താണ്, സബ്സെറ്റ് ഓഫ് എൻ ആയിരിക്കും. Therefore ജി ഫ്രം എസ് ടു ജി ഓഫ് എസ് ഈസ് ബൈജെക്റ്റീവ്. ഇനി ജി ഓഫ് എസ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, ജി ഓഫ് എസ് കൗണ്ടബിൾ ആണ്. ജി ഓഫ് എസ് ഈസ് കൗണ്ടബിൾ. ജി ഫ്രം എസ് ടു ജി ഓഫ് എസ് ബൈജെക്റ്റീവും ജി ഓഫ് എസ് കൗണ്ടബിളും ആയതുകൊണ്ട് എസ് ഈസ് കൗണ്ടബിൾ.